ധൈര്യമായിട്ട് ചോദിച്ചോ? ഇല്ല, ആ സംഭവമില്ല. ഇത് ക്രിസ്തു വർഷം 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ആരും ഉണ്ടാക്കിയൊരു പരിപാടിയാ. അത് ഇന്ന് തന്നെയെന്ന് ഉറപ്പില്ല. ഇനി ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, പച്ചമരം പുണ്യത്തിന്റെ അടയാളമായിട്ട് കാണാന്നുള്ള ഫ്രഞ്ചുകാരെ പഴയ സ്വഭാവമാണ്. 17-ാം നൂറ്റാണ്ടിലാണ് ഈ പരിപാടി ഉണ്ടാക്കിയത്. ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞ സാധനം 17-ാം നൂറ്റാണ്ടിൽ. ഇത് 21-ാം നൂറ്റാണ്ട്, 4 നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. ഇനി ഒരു സാന്താക്ലോസ് അപ്പൂപ്പല്ലേ, അതിനെക്കാളും വിജയാക്കന്തിന്റെ ഇറക്കടാ. ഇത് അറിഞ്ഞു വെക്കുക നമ്മള്. എന്താ അതിൻ്റെ ഒക്കെ ഗതിന്ന് മനസ്സിലാക്കേ. AD 300 ജീവിച്ച ഒരു നല്ല മനുഷ്യന്റെ ഒരു നല്ല പുരോഹിതൻ, കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അയാൾക്ക്. AD 300 അയാൾ ജീവിച്ചത്. അയാളുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. അത് ഡിസംബർ 6-നാണ്. ഡിസംബർ 6-ന് നമ്മുടെ ബാബരി മസ്ജിദ് ദിനം. അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാൻ പറഞ്ഞാണ്. അപ്പൊ ഇതിങ്ങനെ ആരാച്ചത്? ഇത് ഡിസംബർ 6-ന് ആഘോഷം, പിന്നെ 25-ന് ആഘോഷം. ഇങ്ങനെ ആഘോഷമായപ്പോ ബ്രിട്ടനിൽ വിക്ടോറിയ രാജ്ഞി പറഞ്ഞു, മേലാൽ സാന്താക്ലോസിന്റെ ദിവസം ഡിസംബർ 6-ന് ആഘോഷിക്കണ്ട, അതും കൂടി ഡിസംബർ 25 കളിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും കൂടി ഇവിടെ വന്നതാ. ഇത് അതേറ്റ് യാതൊരു ബന്ധമില്ല എന്നർത്ഥം. ധൈര്യമായിട്ട് പോയി പറഞ്ഞോ, സാന്താക്ലോസിന്റെ എങ്ങനെ ഇതേറ്റ് ബന്ധപ്പെട്ടത്? നിങ്ങൾ എന്തേ പൊട്ടക്കഥ പറഞ്ഞു വേറെ പറയുന്നത്? അബദ്ധത്തിന്റെ ഒരു കഥ. ഇനി ഡിസംബർ 25 പ്രത്യേകത അറിയങ്ങള്. ഇത് പണ്ട് റോമക്കാർ അവരുടെ ലൈറ്റ് എന്ന ദേവത, പ്രകാശം എന്ന ദേവന്റെ ജന്മദിനമായി ആഘോഷിച്ചിരുന്നൊരു ആഘോഷ ദിവസമാണ് പുരാതന റോമിൽ ഡിസംബർ 25. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഡിസംബർ 25 ആഘോഷ ദിവസമാണ് റോമക്കാർക്ക്. ആഘോഷത്തിന്റെ പേരിലാക്കാന്ന് ഓല് ക്രിസ്ത്യമതത്തിലേക്ക് വന്നവിടെ മാറ്റിയതാ. അതിന്റെ അപ്പുറത്തിന് യാതൊരു രേഖയും ഒരു ലെവലും ഇല്ലാന്നർത്ഥം. ഇത് ഖുർആനും ഹദീസും പറഞ്ഞ രേഖയുടെ അടിസ്ഥാനത്തിലായി സംസാരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഫേസ് കട്ടതാ കണ്ടിട്ടൊരു പ്രവാചകന്റെ യാതൊരു ലക്ഷണവും കാണില്ല. ഒരു പാവം, അല്ലത് അങ്ങോട്ട് കൊടുക്കാനേ തോന്നുള്ളൂ. ഈസാ നബിയെ പരിഹസിക്കുകയല്ല ഞാൻ. അള്ളാഹു അയച്ചൊരു പ്രവാചകന്റെ മുഖത്ത് നിശ്ചയദാർഢ്യം ഉണ്ടാവണം. തന്റെ ദൗത്യം നേടിയെടുക്കുന്ന, താൻ ഏറ്റെടുത്ത ദൗത്യത്തെ പറ്റി ബോധമുള്ളവനാ പ്രവാചകന്മാർ. നിനക്ക് നന്നാവാൻ സമയമായില്ലടോ. നീ പേടിക്കണം നാഥനെ, വഴി ഞാൻ പറഞ്ഞു തരും. സംസാരം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെത്. അവിടുന്ന് പോയതാ മുമ്പ്, ഇപ്പൊ തിരിച്ചു വന്നതാ. പെണ്ണും കുടുംബമൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് ഫറോവയോട്. അതാണ് നിശ്ചയദാർഢ്യം. നീ വല്ലാണ്ട് ഗുരുത്തം കെട്ട് പോയി ഫറോവ. നീ പടച്ചോനെ ഞാനെന്തിനു പേടിക്കണം? നീ പേടിക്കണം. പേടിക്കണം നീയാ. നന്നാവാ സമയമായി, വഴി ഞാൻ കാണിച്ചു തരാം. അതാ പ്രവാചകന്മാർ. വലത്തെ കയ്യിൽ സൂര്യനെ വെച്ചതാ മുത്താപ്പ, ഇടത്തെ കയ്യിൽ ചന്ദ്രനെ വെച്ചതാ മുത്താപ്പ. എന്നിട്ട് മുഹമ്മദിനോട് ഈ പരിപാടി നിർത്താൻ പറഞ്ഞാൽ മുഹമ്മദ് നിർത്തൂല. ഒന്നുകിൽ ജയിക്കും അല്ലെങ്കിൽ മരിക്കും. അതാണ് നിശ്ചയം. ഒന്നുകിൽ ജയിക്കും മുഹമ്മദ് ഈ മാർഗത്തിൽ മുത്താപ്പ. അത് പറയുമ്പോ വലിയ വയോധികനല്ല, 40 കഴിയുന്നേ ഉള്ളൂ അല്ലെ? ആദ്യകാലത്ത് ആ പ്രായത്തിലായി പറയുന്നത് ഒന്നുകിൽ മരിക്കും അല്ലെങ്കിൽ ജയിക്കും. ജയിച്ചു, വൻ വിജയം നേടി. ഇതൊരു പ്രവാചക പരച്ചുണ്ടാക്കിയവൻ അബദ്ധമായി, തെറ്റിന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജിന്റെ യാത്ര കഴിഞ്ഞ് വന്നപ്പോ ഓരോ നബിമാരെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു ഇന്ന സഹാബിന്റെ ഫേസ് കെട്ട്, ഇന്ന സഹാബിന്റെ ഫേസ് കെട്ട്. എല്ലാവരെ പറ്റിയല്ല, ചിലരെ പറ്റി. വളരെ രസകരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിക്കാൻ. അതിൽ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ സഹാബിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഫേസ് കെട്ട് ഇവന്റെ മാതിരിയായിരുന്നു, ഇദ്ദേഹത്തിന്റെ മാതിരിയായിരുന്നു. എന്തൊരു ഭാഗ്യല്ലേ! ആ മുഖം ഇതായിരുന്നു. സഹാബികൾ ആരുടെയും മുഖം വരച്ചില്ല. അത് സത്യാവസ്ഥ മനസ്സിലാക്കി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഫേസ് കെട്ട് മുഖച്ചായ ഏതാണ്ട് എന്റെ മാതിരി തന്നെയാണ്. അങ്ങനെ ഓരോരുത്തർ പലരെ പറ്റി പറഞ്ഞു. പിന്നെ ഈസാ അലൈഹി സ്വലാമിനെ കണ്ടു ഞാൻ, അദ്ദേഹത്തിന്റെ നമ്മുടെ ഉർവത്ത് ബിൻ മസ്ഊദ് ഇല്ലേ, ഏതാണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അന്നത് വേണ്ടാത്തൊരു വർത്തമാണ് ഞാൻ പറഞ്ഞത്. അന്നത് വരക്കപ്പെട്ടിരുന്നെങ്കിൽ അതാണ് യഥാർത്ഥ ഉർവത്ത് ബിൻ മസ്ഊദിന്റെ ഫോട്ടോഗ്രാഫി കിട്ടിയാൽ അതാണ് ശരിക്കും ഈസാ അലൈഹി സ്വലാമിന്റെ ചിത്രം. ഇത് അതാണെന്ന് പറയാനും കഴിയില്ല. ഓരും പറയുന്നില്ല, പിന്നെ ആരണ്ടൊക്കെ ഓർമ്മയിൽ വരച്ചുണ്ടാക്കിയെന്നേ പറയുന്നുള്ളൂ. അത്രേന് രേഖയുള്ളൂ. ഇനി അദ്ദേഹം ജനിച്ച ദിവസം മുഴുവൻ ലോകത്ത് സമാധാനം ഇല്ല, അതും പറഞ്ഞു ഖുർആൻ. സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യ. ഞാൻ ജനിച്ച ദിവസം എനിക്ക് സമാധാനം, ഞാൻ മരിക്കും ദിവസം എനിക്ക് സമാധാനം, ഞാൻ പുനർജനിക്കും നാൾ എനിക്ക് സമാധാനം, ലോകത്തിന് സമാധാനം പറഞ്ഞില്ല. ആ വാദം വരെ ഖുർആൻ എടുത്ത് പൊളിച്ചു കളഞ്ഞു എന്നർത്ഥം. സലാമു അലൈ വെറുതെ ഓതി കൂലിട്ടാൻ പറഞ്ഞല്ല പഠിച്ചോണത്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ വാക്കെടുത്ത് ഉദ്ധരിച്ചു, വസ്സലാമു സമാധാനം,
അലൽ ആലമീൻ അലന്നാസ് അലയ്യ. എനിക്ക് സമാധാനം, ലോകത്തിന് സമാധാനമായി താൻ വന്നു എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടില്ല, അങ്ങനെ ഏറ്റു പറയേണ്ടതില്ല എന്നർത്ഥം. അതുവരെ പറഞ്ഞു തന്നു എന്നർത്ഥം. എങ്കിൽ ഈ ക്ലാസ് കൊണ്ട് കിട്ടേണ്ട കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് കിട്ടേണ്ടത്? ഒന്ന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ തന്നെയാണ്. ഏത് വേദഗ്രന്ഥം വായിച്ചു പഠിച്ചിട്ടാ അദ്ദേഹം ഇതൊക്കെ സംസാരിച്ചത്? അല്ല. ഏത് പുരോഹിതനോട് ചോദിച്ചിട്ടാ ഇതൊക്കെ പറഞ്ഞത്? അല്ല. പുരോഹിതനോട് ചോദിച്ചോ വേദഗ്രന്ഥം പഠിച്ചിട്ടോ ആണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അവർ പറഞ്ഞ മാതിരിയല്ലേ അദ്ദേഹം പഠിപ്പിക്കേണ്ടത്? പറഞ്ഞതൊക്കെ ഓര് പറഞ്ഞതിനെതിര്. ഖുർആനിൽ മായിദ എന്ന സൂറത്തില്ലേ, ഭക്ഷണത്തളിക എന്നാണ്. എന്താ? ഈസാ നബി അലൈഹി സ്വലാമിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ ആവശ്യപ്പെട്ടു, ആകാശത്തുനിന്ന് പടച്ച റബ്ബ് ഒരു ഭക്ഷണത്തിന്റെ തളികയോ പാത്രം ഒന്നായിട്ട് ഇങ്ങനെ ഇറക്കി തരുമോ, ഒരാഘോഷാവാൻ, ഒരു സമാധാനം കിട്ടാൻ. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, പിന്നെ കളവാക്കൊന്നും ചെയ്തിട്ടോ ഇല്ല, റബ്ബെ ഒന്ന് ഇറക്കിത്താ എന്ന് പറഞ്ഞു. അതാണ് സൂറത്തുൽ മായിദ. ക്രിസ്ത്യാനിയൊക്കെ അറിയില്ല ഈ സംഭവം. ഈസാ നബി അലൈഹി സ്വലാം ആകാശത്ത് ഭക്ഷണത്തളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്നും ശിഷ്യന്മാർ ഇരിക്കുന്ന സമയത്ത് അത് അവതരിച്ചു അവർക്കറിയില്ല. ഖുർആൻ ഒരു സൂറത്തിന് പേര് കൊടുത്തു അത്. അപ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ തന്നെയാണ്. അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടാനായി സംഭവങ്ങളൊക്കെ? കുഴവ നജ്ജാശി, ഒന്നാണ്ട് ഉറപ്പിച്ചോട്ടെ ഞാൻ ആ ഭാഗം. നജ്ജാശിയോട് ജഅഫർ നബി താലിബ് റളിയല്ലാഹു അൻഹു ഈ സംഭവം പറഞ്ഞപ്പോ കണ്ണിന്ന് വെള്ളൊഴുക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് യഥാർത്ഥ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. എനിക്ക് ആ നബിനെ കാണാൻ കൊതിയാണ്. ഈ അധികാരത്തിന്റെ ഭാരം എന്നില്ലെങ്കിൽ ഞാൻ അവിടെ വന്ന ആ പ്രവാചകന്റെ ചെരുപ്പ് ചുമക്കുമായിരുന്നു. കാണാൻ കൊതിയാവുന്നു. അയാൾ പ്രവാചകൻ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിച്ച ജീവിതത്തിന്റെ അനുഭവം കൊണ്ട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയില്ലെന്ന് പഠിച്ചറിഞ്ഞ സഹാബികൾ, ആ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു. അവരൊരു കൂട്ടം ആളുകൾ അറേബ്യക്ക് വെളിയിൽ ഒരു നാട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോ അവിടുത്തെ ക്രിസ്തുമതം അറിയാവുന്ന ഒരു ഭരണാധികാരി സംസാരിക്കുന്നു, അദ്ദേഹം ശരിക്കുള്ള നബി തന്നെയാണ് കേട്ടോ. നാളുകൾ കഴിഞ്ഞു. ബീസന്റൻ ചക്രവർത്തി ഹിറക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്ത് കൊടുത്തയച്ചു ഇസ്ലാമിലേക്ക് വരാൻ. അന്ന് കാഫറായിരുന്ന അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് വിശദീകരിക്കാൻ വേണ്ടി ഹിറക്കൽ ചക്രവർത്തി വിളിച്ചു വരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തുകൾ വായിച്ച് കേട്ട അയാൾ, കത്ത് വായിച്ച അയാൾ അബൂ സുഫിയാനോട് റളിയല്ലാഹു അൻഹു, പിന്നീട് മുസ്ലിം ആയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനോട്, അന്ന് കാഫറായിരുന്ന അബൂ സുഫിയാനോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് അബൂ സുഫിയാൻ മറുപടി പറഞ്ഞപ്പോ ഹിറക്കൽ പറഞ്ഞു, അതാണ് ആ ഒരാളുടെ പ്രവാചകനാണ്. ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം വരെ അദ്ദേഹത്തിന് അനിയാളുകൾക്ക് കീഴ്പ്പെടുന്ന കാലം വിദൂരമല്ല. എന്താണ്? ലോകത്തിന്റെ പുറത്തല്ലത്തെ അറിയപ്പെടുന്ന അധികാരികൾ അംഗീകരിക്കുകയാണ്. ആ സദസ്സന്നായിട്ടാണ് ബഹളം വെച്ച്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അല്ല, ഞങ്ങളെ പരീക്ഷിക്കാൻ പറഞ്ഞാലും കൂടി പറഞ്ഞ തടി സലാമത്താക്കി. അന്ന് ഗാഫറായിരുന്ന അബൂ സുഫിയാൻ പറയുന്നു, ഏറ്റു പറയുന്നു, ഇസ്ലാമിലേക്ക് വന്നപ്പോ നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഇതൊക്കെ കൂടി അയാൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ ആ ചക്രവർത്തി പറഞ്ഞ വാക്കെന്താന്നുള്ളത്. ബഹീറ പറഞ്ഞു, നെസ്തൂർ പറഞ്ഞു, സൽമാനുൽ ഫാരിസി പറഞ്ഞു, ആരെല്ലാം. ഇതെന്തിനാ ഞാൻ പങ്കുവെക്കണ അറിയാം? നിങ്ങൾക്ക് ആർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി ഈമാൻ ഇല്ലാഞ്ഞിട്ടല്ല. ആ ഈമാൻ ശക്തിപ്പെടണം. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ, അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ അള്ളാന്റെ വഹി തന്നെയായിരുന്നു ഉറക്കണം. ആ ഉറപ്പ് അദ്ദേഹത്തിൽ കൂറായി മാറണം, ബന്ധമായി മാറണം. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം പറയാം, ആളുകളുമായി സഹവർത്തിത്തോടെ ജീവിക്കാൻ കടപ്പെട്ടവരാ നമ്മളൊക്കെ. ആളുകൾക്ക് മതം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അത് അവരുടെ ഇഷ്ടം. എല്ലാവരും ഒരു കാലത്തും ലോകത്തെല്ലാവരും മുസ്ലിം ആവുന്ന ഖുർആൻ പറഞ്ഞില്ല, അങ്ങനെ നിൽക്കുന്ന പറഞ്ഞ്. പക്ഷേ ആ സഹവർത്തിത്വവും മനുഷ്യ സ്നേഹവും കൊണ്ടു നടക്കുമ്പോഴും നമ്മൾ പറയാനുള്ളത് പറയണം, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം. ഒരു അമുസ്ലിമായ ഒരു സഹോദരനുമായ ഒരു കൂട്ടുകെട്ട് അധികമായി പോയി എന്നതുകൊണ്ട്, സുഹൃബന്ധം കൂടുതലായി പോയി എന്നതുകൊണ്ട് അവനോട് ഇസ്ലാം പറയാൻ നമ്മെ മടി കാണിക്കുന്നുവെങ്കിൽ, മടുപ്പിക്കുന്നുവെങ്കിൽ ആ ബന്ധമല്ല ശരി. എല്ലാ ബഹുമാന ആദരവുകളും സ്നേഹങ്ങളും വെച്ചുകൊണ്ട് തന്നെ പറയണം, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിങ്ങളോട് സംഗതി പറയാനുണ്ട്, അത് പറയണം. നീ അവരോട് പറഞ്ഞേക്കെ, വിശ്വാസികളോട്, മയ്യർത്തദ്ദമിക്കുമന്ദീനിഹി, നിങ്ങൾക്ക് ഈ ദീൻ വേണ്ടെന്ന് പറഞ്ഞ് പോവാണെങ്കിൽ ഈ ദീൻ നശിക്കൂല, വേറൊരു തലമുറയെ പഠിച്ചവിടെ കൊണ്ടുവരും. നിസ്കരിക്കാത്ത ബാപ്പാക്ക് നിസ്കരിക്കണ മോനെ കണ്ടില്ല നിങ്ങള്? കണ്ടില്ലേ? ആ മനുഷ്യൻ തള്ളിയിട്ടാ പടിഞ്ഞാട്ട് വീഴൂല. ആ മക്കളൊക്കെ എന്ത് നല്ല മക്കളെന്ന് അറിയും. അള്ളാന്റെ സുന്നത്താണ്. ഒരു കൂട്ടർക്ക് ഇത് വേണ്ടാന്ന് തോന്നിയാൽ വേറൊരു കൂട്ടരെ പഠിച്ചോണ്ട് കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു.
നമുക്കിതിന് കൊള്ളൂലെങ്കിൽ പടച്ചവൻ നമ്മെ നശിപ്പിച്ചിട്ട് പകരം കൊണ്ടുവരുന്ന ഒരു തലമുറ പടച്ചവനെ സ്നേഹിക്കുന്ന, പടച്ചവൻ അവരെ സ്നേഹിക്കുന്നവരായിരിക്കും. അദില്ലത്തിനൽ മുഅ്മിനീൻ, മുസൽമാനോട് പരസ്പരം വിനയം കാണിക്കും. ഇസ്സത്തിനൽ കാഫിരീൻ, ഈ സന്ദേശം അംഗീകരിക്കാത്തവന്റെ മുമ്പിൽ അവന്റെ ഇസ്സത്ത് അവൻ പ്രകടിപ്പിക്കും. ധിക്കാരം കാണിക്കുമെന്നില്ല, ആ തന്റെ മന്ദസ് അവൻ കാത്തു സൂക്ഷിക്കും.